ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ടാബുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു വീഡിയോ. കഴിഞ്ഞ ദിവസം എൻ്റെ ടിക്ടോക്കിൽ ഞാൻ ചെയ്തൊരു വീഡിയോയിൽ ടിക്ടോക്കിൽ ഒരു കമൻറ്റ് വന്നതാണ്. ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്ത്, അതായത് ടാബിയിൽ ഞാൻ ബോട്ടിംഗ് കാർഡ് ആഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ പറയല്ലേ, ഞങ്ങൾ അരിഭക്ഷണമാണ് കഴിക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു കമൻറ്റ്. ഞാൻ ചുമ്മാ പറയേണ്ട കാര്യമില്ല, കാരണം ടാബിൽ ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ബോട്ടിംഗ് കാർഡാണ്. പക്ഷേ ഞാൻ അത് ഉപയോഗിക്കൽ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് പ്രകാരം ടാബ് യൂസ് ചെയ്യാൻ പറ്റില്ല, ബോട്ടിംഗ് കാർഡ് ടാബിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ടാബ് അവരുടെ സൈറ്റിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ അത് വാലറ്റിലിടുക. അപ്പോൾ ഐഫോൺ ആണെങ്കിൽ ആപ്പിൾ വാലറ്റിലോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആണെങ്കിൽ ഗൂഗിൾ വാലറ്റിലോ ആ കാർഡ് ഇട്ടിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് മെത്തേഡിൽ ഈ എന്താ പറയുക വാലറ്റ് എടുക്കുക. അപ്പോൾ ആപ്പിൾ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ജിപേ എന്നുള്ളത് കൊടുത്താൽ നിങ്ങൾക്ക് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അവർ പറഞ്ഞത്. എനിക്കത് ചെയ്ത് കാണിച്ചു തരാൻ ഓൾറെഡി എൻ്റെത് ആഡ് ചെയ്ത കാരണം എനിക്കങ്ങനെ വീഡിയോ ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. പിന്നെ ഏതെങ്കിലും എൻ്റെ ഒരു സുഹൃത്തുക്കൾ അങ്ങനെ ഒരു ഉണ്ടെങ്കിലാണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിന് സുഹൃത്തുക്കളെ ആഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഞാനത് വീഡിയോ ചെയ്തിട്ട് കാണിച്ചു തരാം. ടാബിൽ മറ്റൊരു കാര്യം പറയുന്നത്, പല ആൾക്കാരും പർച്ചേസിങ്ങിൻ്റെ ലിമിറ്റ് കൂട്ടാൻ പറ്റുമോ എന്നുള്ളതാണ്. അതും ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ലിമിറ്റ് നമുക്ക് മാനുവലായിട്ട് കൂട്ടാൻ പറ്റില്ല. ഇപ്പോൾ അവരൊരു 1000 2000 തന്നു വിചാരിക്കാം. അത് നമുക്ക് പർച്ചേസ് ചെയ്ത് ചിലപ്പോൾ 2000 തന്നു. ഈ 2000 മുഴുവനായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതങ്ങനെ ലിമിറ്റ് കൂട്ടാൻ പറ്റില്ല. അതായത് ഒരു 2000 തന്നാലോ 1000 അങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം റീപേയ്മെൻറ്റ് ചെയ്യാം. ഈ 1000 പെട്ടെന്ന് തിരിച്ചടക്കുക. അല്ലെങ്കിൽ പിന്നെ അപ്പോൾ വീണ്ടും അത് 2000 ആയിട്ട് നിൽക്കും. പിന്നെ ഒരു 500 അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വീണ്ടും റീപേയ്മെൻറ്റ് ചെയ്യുക. അങ്ങനെ അത് ഫുള്ളായിട്ട് നിങ്ങൾ 0 ആക്കി വെക്കാതെ 1000 1500 അങ്ങനെയൊക്കെ നിങ്ങൾ കുറച്ച് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് റീപേയ്മെൻറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ലിമിറ്റ് പെട്ടെന്ന് അവർ കൂട്ടിത്തരും. കൂടുതൽ പർച്ചേസിങ് ചെയ്യാം. അല്ലാതെ ഒരിക്കൽ പർച്ചേസ് പിന്നെ 2-3 മാസം കഴിഞ്ഞിട്ട് പർച്ചേസ് അങ്ങനെ വെക്കാതെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. എന്നാൽ ഫുള്ള് 2000 മൊത്തമായിട്ട് വലിക്കുന്നത് ഒഴിവാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് മിസ്യൂസ് ചെയ്യുന്നു അവർ കരുതും. കാരണം പൈസ പെട്ടെന്ന് വലിക്കുക എന്നുള്ളത് തോന്നും. അങ്ങനെയല്ല, തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് തോന്നിപ്പിക്കുക. പർച്ചേസ് ചെയ്തിട്ട് പെട്ടെന്ന് റീപേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടവ് തിരിച്ചടക്കുന്നത് നമ്മൾ കറക്റ്റ് ആണെന്നുള്ള അവർക്ക് ബോധ്യപ്പെടുക. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഇതൊക്കെ ഒരു നമ്മളെ യൂട്യൂബിൽ അൽഗോരിതം പോലെ തന്നെ ഇതൊരു AI ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു മാനുവലായിട്ട് ആൾക്കാർ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ചെയ്യുന്ന കാര്യമൊന്നുമില്ല, ഒരു AI. അപ്പോൾ അതിനൊരു റൂൾ വെച്ചിട്ടുണ്ടാകും. ആ റൂൾ പ്രകാരമായിരിക്കും നമുക്ക് അത് ലിമിറ്റ് കൂടുന്നത്. അപ്പോൾ നമുക്ക് അവർക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിപ്പോൾ ടാബിൽ ഒരു മെസ്സേജ് ചെയ്തിട്ട് എനിക്കൊന്ന് ഇത് കൂട്ടിത്തരാൻ പറ്റുമോ എന്ന് പറയാം, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 1-2 കാര്യങ്ങളൊന്നും പല ആൾക്കാരും കമൻറ്റിൽ വരുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ടാബിയുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ഞാൻ പറയാതെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഈ ടാബിയുടെ ഇതിൻ്റെ അടിയിൽ പ്ലേലിസ്റ്റ് കാണാം. അപ്പോൾ ആ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ടാബിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് നോക്കാം. ഇനി അതിലില്ലാത്ത കാര്യം, നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറയാത്ത കാര്യങ്ങളാണെങ്കിൽ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.